മണ്ണെണ്ണ വിതരണം സുഗമമാക്കുവാൻ മണ്ണെണ്ണ ഡിപ്പോ ഉടമകളുടെയും ചില്ലറ വിതരണക്കാരുടെയും കമ്മീഷനും കടത്തുകൂലിയും കൂട്ടിയെങ്കിലും ഹൈറേഞ്ചിൽ വിതരണം മുടങ്ങും. റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം മുതൽ മണ്ണെണ്ണ നൽകാനുള്ള തീരുമാനം ഇടുക്കി ജില്ലയിൽ നടപ്പാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. റേഷൻ കടകളിലേക്ക് മണ്ണെണ്ണ വിതരണം നടത്തുവാൻ ആവശ്യമായ കേന്ദ്രങ്ങളില്ലാത്തതാണ് കാരണം. ജില്ലയിൽ മണ്ണെണ്ണ വിതരണത്തിന് തൊടുപുഴയിലും മൂന്നാറിലും മാത്രമാണ് നിലവിൽ വിതരണ കേന്ദ്രങ്ങളുള്ളത്. മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ 40 കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് 500 രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 5 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് 6 രൂപയായി ഉയർത്തി. എന്നാൽ ഇടുക്കി ജില്ലയുടെ പ്രത്യേക ഭൂപ്രകൃതി പരിഗണിച്ച് ഈ തുക അപ്രായോഗികമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുമ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നിലച്ചതോടെ ലൈസൻസുകൾ ആരും പുതുക്കിയില്ല. അതോടെ ലൈസൻസുകൾ റദ്ദായി. ഇതോടുകൂടി തൊടുപുഴയിലും മൂന്നാറിലും എത്തി മണ്ണെണ്ണ വാങ്ങേണ്ട അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ റേഷൻ വ്യാപാരികൾ. ഇതിന് ചെലവേറുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. ഇതിനാൽ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ വിതരണ കേന്ദ്രങ്ങൾ തുറക്കാതെ മണ്ണെണ്ണ വിതരണം നടത്തേണ്ട എന്നാണ് വ്യാപാരികളുടെ തീരുമാനം. ഞങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന കമ്മീഷൻ നിന്നും വർദ്ധിപ്പിച്ചിപ്പോൾ ലിറ്ററിന് 6 രൂപ വെച്ച് തരാം എന്നാണ് ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസം ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് മണ്ണെണ്ണ എത്തിക്കുന്നതിന് പര്യാപ്തമല്ല. കാരണം 1 ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടയിൽ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റേഷൻ കടയിലേക്ക് അനുവദിച്ചിരിക്കുന്ന മണ്ണെണ്ണ ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ അല്ലെങ്കിൽ തൊടുപുഴയാണ് ഡിപ്പോകളുള്ളത്. അവിടെ നിന്ന് റേഷൻ കടയിൽ കുമ്പളി ഉൾപ്പെടെ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മുടെ ഉടുമ്പൻചോല താലൂക്കിലെ മേഖലകളിൽ കൊണ്ടുവരുമ്പോൾ 1 ലിറ്ററിന് 5 രൂപയ്ക്ക് മേളിൽ ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് കൊണ്ടുവരുന്നതിനും വലിയ അസൗകര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുറന്ന വാഹനങ്ങളിൽ കൊണ്ടുവരാനുള്ള നിയമമില്ല. ചെറിയ വാഹനങ്ങളിൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ നിയമ തടസ്സങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് മിനി ടാങ്കറുകളിൽ നമുക്കറിയാം, ഇപ്പം ഹൈവേയുടെ നിർമ്മാണമോ അല്ലെങ്കിൽ വൻകിട വ്യവസായങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നിടത്ത് അവരുടെ വാഹനങ്ങളിൽ ഡീസലും പെട്രോളും ഒക്കെ മിനി ടാങ്കറിൽ എത്തിക്കുന്നത് പോലെ റേഷൻ കടകളിൽ എത്തിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതായത് താലൂക്ക് കേന്ദ്രങ്ങളിലെങ്കിലും നേരിട്ട് മണ്ണെണ്ണ എത്തിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് വിതരണം നടത്താൻ സാധിക്കുകയുള്ളൂ. താലൂക്ക് അടിസ്ഥാനത്തിൽ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്താനായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. 3 മാസത്തെ മണ്ണെണ്ണയാണ് വിതരണം ചെയ്യാനായി ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും വ്യാപാരികളുടെ നിസ്സഹകരണം മൂലം ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് മണ്ണെണ്ണ ലഭിക്കില്ലെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.